ഡ്രോണുകൾ ഒരു വശത്ത്, മിസൈലുകൾ മറുവശത്ത്. സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ രാഷ്ട്രീയ കലാപം മൂന്നാമതൊരു വശത്ത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു രാഷ്ട്രീയ ത്രിശങ്കു സ്വർഗത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു വശത്ത് സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് വീണ്ടും കത്തിപ്പടർന്ന ഇറാൻ യുദ്ധം, മറുവശത്ത് ലോക വ്യാപാര പാതകളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കാനുള്ള പദ്ധതികളുടെ തിരക്ക്. അതിനിടയിൽ സ്വന്തം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന കലാപസ്വരങ്ങൾ. പുറത്തേക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാണെങ്കിലും അകത്ത് ട്രംപിനെ വളഞ്ഞിരിക്കുന്നത് ശത്രുരാജ്യങ്ങളുടെ മിസൈലുകൾ മാത്രമല്ല, സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടനയും രാഷ്ട്രീയ സംവിധാനവുമാണ്. ഇറാനുമായി വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തു വന്നതോടെയാണ് അമേരിക്കൻ കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനെതിരായ ഏതൊരു പുതിയ സൈനിക നീക്കവും പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്ന് അവർ ഒരേ സ്വരത്തിൽ അപലപിക്കുന്നു. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ട്രംപ് നടത്തുന്ന ഈ അനധികൃത യുദ്ധം പശ്ചിമേഷ്യയെ മാത്രമല്ല അമേരിക്കയും ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം നൽകുന്ന കടുത്ത മുന്നറിയിപ്പ്. ജൂലൈ 13 നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ നയങ്ങളെ നിശിതമായി വിമർശിച്ചു. പ്രസിഡന്റ് തന്റെ യുദ്ധ അധികാരങ്ങളുടെ ഭരണഘടനാപരമായ പരിധികൾ ലംഘിച്ചുവെന്നും സൈനിക നടപടികളെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അവർ ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ശരിയായ അംഗീകാരമില്ലാതെ ഏകപക്ഷീയമായി യുദ്ധം തുടരാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും ഇത് അമേരിക്കൻ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി വിവിധ കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള ശത്രുത രാജ്യം ഔദ്യോഗികമായി പുനരാരംഭിച്ചതായി കാലിഫോർണിയയിൽ നിന്നുള്ള അമേരിക്കൻ പ്രതിനിധി സഭാംഗം മൈക്ക് ലെവിൻ സ്ഥിരീകരിച്ചു. സൈനിക നടപടികളിൽ തനിക്ക് ഏകപക്ഷീയമായ അധികാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ട്രംപിന്റെ നിലപാട് അമേരിക്കൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം വാദിച്ചു. യുദ്ധവും സമാധാനവും തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണവും പ്രത്യേകമായ അധികാരം ഒരു പ്രസിഡന്റിനും ഇല്ല എന്ന് വ്യക്തമാക്കിയ ലെവിൻ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ പ്രതികരിക്കാൻ റിപ്പബ്ലിക്കൻ അംഗങ്ങളോടും ആഹ്വാനം ചെയ്തു. സമാനമായ രീതിയിൽ ന്യൂ മെക്സിക്കോയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പ്രതിനിധി തെരേസ ലെഗർ ഫെർണാണ്ടസും ട്രംപിന്റെ പ്രഖ്യാപനത്തെ ശക്തമായി എതിർത്തു. നിയമപരമായ നിയന്ത്രണങ്ങൾ മറികടക്കാൻ വേണ്ടി മാത്രം കടലാസിൽ യുദ്ധം പ്രഖ്യാപിക്കുകയും പിന്നീട് സൗകര്യപ്രദമായ സമയത്ത് അത് പുനരാരംഭിക്കുകയും ചെയ്യുന്ന തന്ത്രം ഇനി അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. സെനറ്റിലെ ഡെമോക്രാറ്റിക് നേതാവ് ചക് ഷൂമറും ട്രംപിന്റെ പുതിയ സൈനിക നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ട്രംപിന്റെ ഇറാനുമായുള്ള ധാരണ എന്ന് വിളിക്കുന്ന കരാറുകൾ മഷി ഉണങ്ങുന്നതിനേക്കാൾ വേഗത്തിലാണ് തകർന്നതെന്നും ഈ പരാജയപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും ഷൂമർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജൂണിൽ കോൺഗ്രസിന്റെ ഇരുസഭകളും അംഗീകരിച്ച പ്രമേയത്തെ മുൻനിർത്തിയാണ് ഷൂമർ സെനറ്റിൽ സംസാരിച്ചത്. രാജ്യം വീണ്ടും ഇറാനുമായി യുദ്ധത്തിലാണെന്ന ട്രംപിന്റെ ഔദ്യോഗിക അറിയിപ്പിനെ പരിഹസിച്ച അദ്ദേഹം ഈ യുദ്ധം ഒരു തന്ത്രമല്ലെന്നും മറിച്ച് വലിയൊരു ദുരന്തത്തിലേക്കുള്ള വഴിയാണെന്നും വിമർശിച്ചു. ഈ യുദ്ധം കാരണം ഇന്ധനവില കുതിച്ചുയരുകയാണെന്നും സൈനികരുടെ ജീവന് ഭീഷണിയാകുന്നതിനൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതേസമയം ലോക സമ്പദ് വ്യവസ്ഥയുടെ നെഞ്ചിടിപ്പായ ഹോർമൂസ് വീണ്ടും ആഗോള രാഷ്ട്രീയത്തിലെ വൻശക്തികളുടെ ചോര തിളയ്ക്കുന്ന യുദ്ധഭൂമിയായി മാറുകയാണ്. പ്രമുഖ മാധ്യമമായ വിയോൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലോക എണ്ണക്കപ്പലുകളുടെ വലിയൊരു വിഹിതം ദിവസേന കടന്നുപോകുന്ന ഈ നിർണായക സമുദ്രപാതയിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് 20% വരെ ടോൾ ഈടാക്കാൻ അമേരിക്ക ആലോചിക്കുന്നെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഹോർമൂസിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് അമേരിക്കൻ നാവികസേനയാണെന്നും അതിനാൽ അതിന്റെ ചെലവ് ലോകം പങ്കുവഹിക്കണമെന്നും ട്രംപ് വാദിച്ചപ്പോൾ അന്താരാഷ്ട്ര നിയമവിദഗ്ധരും നിരവധി രാജ്യങ്ങളും അതിനെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. അന്താരാഷ്ട്ര ജലപാതകളിൽ ഏകപക്ഷീയമായി ഫീസ് ചുമത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നാണ് അവരുടെ നിലപാട്. ഈ പ്രഖ്യാപനത്തിനെതിരെ ലോക നേതാക്കളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിൽ ഏറ്റവും രൂക്ഷമായ പ്രതികരണം വന്നത് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയിൽ നിന്നായിരുന്നു. ട്രംപിന്റെ ഈ നീക്കത്തെ ഇത് സുരക്ഷാ സേവനമല്ല കടൽ കൊള്ളയാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൂടാതെ സ്വന്തം തട്ടകമായ അമേരിക്കയുടെ സ്വന്തം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പോലും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോട് എതിരഭിപ്രായം രേഖപ്പെടുത്തിയാണ് രംഗത്തെത്തിയത്. ഒരു രാജ്യത്തിനും അന്താരാഷ്ട്ര ജലപാതയിൽ ഫീസോ ടോളോ ചുമത്താൻ അനുവാദമില്ല. അതാണ് നിലവിലുള്ള അന്താരാഷ്ട്ര നിയമം എന്നായിരുന്നു റൂബിയോയുടെ വാക്കുകൾ. ചുരുക്കത്തിൽ ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള പോരാട്ടം വെറും കപ്പലുകളുടെയോ എണ്ണയുടെയോ കഥയല്ല. ലോക വ്യാപാര പാതകളെ ആരാണ് നിയന്ത്രിക്കുക? ആഗോള നിയമങ്ങളെക്കാൾ ശക്തി പോരാട്ടം മേൽക്കൈ നേടുമോ എന്ന ചോദ്യത്തിനുള്ള പുതിയ പരീക്ഷണ വേദിയായാണ് ഇന്ന് ഹോർമൂസ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പശ്ചിമേഷ്യയിലെ സംഘർഷം തികച്ചും അപകടകരമായ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ബഹ്റൈനിലെ അമേരിക്കൻ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയും ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. സമീപ ദിവസങ്ങളിൽ ഇറാന്റെ തെക്കൻ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അമേരിക്ക നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങൾക്കുള്ള കടുത്ത പ്രതികാരമായാണ് ഈ ആക്രമണം എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്.
തങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രതിരോധ അച്ചുതണ്ടിനെയും സംരക്ഷിക്കാനുള്ള അത്യാധുനിക സൈനിക ശേഷി തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രത്യാക്രമണം എന്നാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഒരു വശത്ത് സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ പടയൊരുക്കവും മറുവശത്ത് വിദേശത്ത് നിന്ന് നേരിടുന്ന കടുത്ത സൈനിക തിരിച്ചടികളും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരേപോലെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരേ സമയം വെല്ലുവിളികൾ ഇരച്ചു കയറുമ്പോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ഈ ഭരണാധികാരിയുടെ BP കുതിച്ചുയരുമോ, അതോ ഈ കനത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ അദ്ദേഹം തന്റെ പതിവ് ശൈലിയിൽ കാറ്റിൽ പറത്തുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. പ്രതിസന്ധികളെ പ്രതിരോധമാക്കി മാറ്റാൻ മിടുക്കനായ ട്രംപിന് മുന്നിൽ ഇത്തവണത്തെ ഈ ത്രിശങ്കു സ്വർഗം ഒരു അഗ്നിപരീക്ഷണം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ആഗോള രാഷ്ട്രീയത്തിലെ ഈ വൻ പ്രതിസന്ധിയെ ട്രംപ് എങ്ങനെ മറികടക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.